അവസരം സംഗ്രഹിക്കുന്നത്. അതായത് ഇവിടെ ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഈ ആക്ടിന്റെ വയലേഷനും ഒഫൻസസും അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കമ്പനികാര്യ കോർപ്പറേഷൻ. ഇൻകം ടാക്സ് ആൻഡ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരുന്ന സമയത്ത് അതിന്റെ ഡിസിഷന്റെ ഭാഗമായി തന്നെ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ കേട്ടില്ല, എക്സാലോജിക്കിനെ കേട്ടില്ല. അങ്ങനെ കേൾക്കാതെ പറയുന്നൊരു വിധി ഞങ്ങൾക്ക് ബാധകമല്ല, വിധിയായി പോലും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. അതാ ഇവിടെ നാച്ചുറൽ ജസ്റ്റിസ് ആണ് വിതരണം ചെയ്യപ്പെടുന്നത്. ഇവിടെ വിശദമാക്കാൻ കഴിയും. ഒരു പത്രക്കുറിപ്പ് കൊണ്ട് പോലും വിശദീകരിക്കാൻ തയ്യാറാകാതിരുന്ന കാര്യത്തെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ വിശദീകരിക്കാൻ കഴിയും എന്നൊരു സാഹചര്യം അതൊരു അവസരമായി കാണാവുന്നതാണല്ലോ. മാധു, ഒരു കാര്യം, ഇവർ കുറേ സാങ്കേതികമായ കുറേ കാര്യങ്ങളാണ് രണ്ടുപേരും സംസാരിച്ചത്. അതുകൊണ്ട് ഒരല്പസമയം എനിക്കത് ക്ലിയർ ചെയ്യാനുള്ള സാഹചര്യം താങ്കൾ തരണം. ഒന്ന്, ഞാൻ ശ്രീ പത്മനാഭൻ പറഞ്ഞ കാര്യത്തിൽ തുടങ്ങാം, എന്നതിന് ശേഷം ജ്യോതികുമാർ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് അദ്ദേഹം പറഞ്ഞത് ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു സംവിധാനമാണെന്നാണ്. ഇത് കോടതിയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർമാരോ ഇരിക്കുന്ന സംവിധാനമല്ല. കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന 3 ഉദ്യോഗസ്ഥന്മാരാണ്, അവർ ചുമതലപ്പെടുത്തുന്ന, അവർക്കിഷ്ടമുള്ള 3 ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടുള്ള സംവിധാനമാണ് ഈ ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ആ ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡിൽ എന്താണ് നടക്കുന്നത്? ഈ ഒരു കമ്പനി അടച്ച നികുതിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിൽ സെറ്റിൽമെൻറ്റിന് പോവുകയാണ്. ആ സെറ്റിൽമെൻറ്റ് എന്തിനാണ് സെറ്റിൽമെൻറ്റ്? ഈ പറഞ്ഞ CMRLന് വൻതോതിലുള്ള നികുതി പിഴ ചുമത്തി ആ പിഴ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ആ പിഴ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞവർ പോവുകയും അവരുടെ വൻതോതിലുള്ള പിഴ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്ത സമയത്ത് ആ റിപ്പോർട്ടിനകത്ത് എന്തുകൂടി ചേർക്കുകയാണ്? മറ്റ് കക്ഷികളുടെ പേര് കൂടി ചേർത്ത് അവരെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയാണ്. പറയട്ടെ അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ അവസാനം മാത്രം പറയാം. പക്ഷെ പിഴ ഒഴിവാക്കി തീർച്ചയായും താങ്കൾ അവസാനം മാത്രം പറഞ്ഞാൽ മതി. അല്ല, ഞാൻ പറയട്ടെ. അല്ല, താങ്കൾ അങ്ങനെ മനസ്സിലാക്കിക്കോ. പക്ഷെ എനിക്കിത് പറഞ്ഞ് എൻ്റെതായ രീതിയിൽ പോയേ പറ്റൂ, അതിലൊരു തർക്കവുമില്ല. താങ്കൾ അതിനിടയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് ആദ്യമേ പറഞ്ഞു വെക്കുന്നു. അതായത് അതിൽ പേരുകൾ എഴുതി ചേർക്കുന്നു, അവരെ ആക്ഷേപത്തിൻ്റെ നിഴലിലാക്കുന്നു. ഇങ്ങനെയൊക്കെ അവർ സേവനം സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സേവനം നൽകിയില്ല എന്ന് പറയുന്നു. ഇവിടെ അത് തെറ്റായ രീതിയിൽ ഇവിടെ ഈ ചർച്ചയിൽ ഉൾപ്പെടെ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ സാഹചര്യമൊക്കെ ഉണ്ടാവുന്നു. എന്നിട്ട് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും അവരെ കേട്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവരോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ സേവനം നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിക്കാതെ സേവനം നൽകിയിട്ടില്ല എന്ന് പറയുന്നു. മാത്രവുമല്ല, ആ റിപ്പോർട്ടിനകത്ത് തന്നെ ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്ന 18-19 പേജുകളിൽ പറയുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, ശശിധരൻ കർത്ത കൊടുത്ത മൊഴി ഔദ്യോഗികമായി പിൻവലിച്ച മൊഴിയാണിത്. കാരണം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്തുമ്പോൾ ആ റെയ്ഡിനിടയിൽ ഈ കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ച കാര്യങ്ങൾ വെച്ച് എഴുതി ചേർത്തതാണ്. പിന്നീട് വിശദമായ സത്യവാങ്മൂലം നൽകി. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും സത്യവാങ്മൂലം നൽകുന്ന സാഹചര്യം ഉണ്ടായി. ആ സത്യവാങ്മൂലത്തെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഇതേ ഉത്തരവിൻ്റെ 19-ാം പേജിനകത്ത് വളരെ കൃത്യമായി തൻ്റെ കമ്പനി ഉദ്യോഗസ്ഥനായ സുരേഷ് കുമാറിന് തൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രയവിക്രയ പ്രവർത്തനങ്ങളിൽ ചുമതല മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കടലാസിനകത്തുള്ള ചില പേരുകൾ, ആ പേരുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ OC, RC, PV, KK എന്നെല്ലാം പറയുന്ന പേരുകൾ, ആ പേരുകളെ വ്യാഖ്യാനിക്കാനൊന്നും അദ്ദേഹത്തിന് ഒരു അറിവുമില്ല എന്ന് CMRLന്റെ MD തന്നെ വ്യക്തമാക്കുന്ന സത്യവാങ്മൂലത്തെ പരിഗണിച്ചില്ല എന്ന് ഈ റിപ്പോർട്ടിനകത്ത് തന്നെയുണ്ട്. പിന്നെ അത് എടുത്ത് ആഘോഷിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ച കേരളത്തിലെ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് ശ്രീ രമേശ് ചെന്നിത്തല എന്നാണ്. ശ്രീ ജ്യോതികുമാർ അടുത്ത റൗണ്ടിൽ മറുപടി പറയുമ്പോൾ അദ്ദേഹം പറയേണ്ട ഒരു കാര്യമുണ്ട്. CMRLന് എത്ര തുകയാണ് ശ്രീ രമേശ് ചെന്നിത്തല വാങ്ങിയിട്ടുള്ളത്? ഇതിനകത്ത് പരാമർശമുള്ളതാണല്ലോ എത്ര തുക വാങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എത്ര തുകയാണ് വാങ്ങിയത്? വളരെ വ്യക്തമായി അടുത്ത റൗണ്ടിലെങ്കിലും താങ്കൾ പറയണം. 20,000-ൽ താഴെയെ വാങ്ങാൻ വേണ്ടി പറ്റൂ തുകയായിട്ടാണ്, പറയട്ടെ, വാങ്ങാൻ വേണ്ടി പറ്റുമെന്നുണ്ട്. 20,000-ൽ കുറഞ്ഞ തുകയാണോ വാങ്ങിയിട്ടുള്ളത്? ഏത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ കോൺഗ്രസ് അത് രേഖപ്പെടുത്തിയതിൻ്റെ രേഖ ഈ ചർച്ചയിലാവില്ലെങ്കിൽ അടുത്ത ചർച്ചയിലെങ്കിലും
ആ രേഖ ഹാജരാക്കാൻ വേണ്ടി തയ്യാറാകുമോ എന്ന ഒരു ചോദ്യം കൂടിയുണ്ട് അതിൻ്റെ ഭാഗമായി. പിന്നെ മറ്റൊന്നുകൂടി ഇവിടെ അദ്ദേഹം പരാമർശിച്ച പ്രധാനപ്പെട്ട ഇത് പരസ്പരമായിട്ടുള്ള ഒത്തുകളിയാണ് എന്ന് ജ്യോതികുമാർ പറഞ്ഞു പോവുകയാണ്. അതിന് അദ്ദേഹം പറയുന്നത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ലാവ്ലിൻ കേസ് എങ്ങനെയാണ് അതിൻ്റെ നാൾ വഴി? ഞാൻ ചുരുക്കി പറയാം. ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന കേസ് വിജിലൻസ് അന്വേഷിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു. 2006 ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പേയുള്ള അവസാനത്തെ ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായി എടുത്തിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അത് CBI അന്വേഷണത്തിന് വിടുന്നത്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി കേരളത്തിൽ നടത്തിയ പത്രസമ്മേളനം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ പത്രസമ്മേളനം ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ഉമ്മൻചാണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വിജിലൻസ് അന്വേഷിച്ചതിന് ശേഷം പിണറായി വിജയൻ അതിൽ പ്രതിയല്ല പിണറായി വിജയൻ പ്രതിയല്ലാഞ്ഞിട്ടും ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ ഹം സബ് ചോർ ഹേ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ CBIക്ക് വിട്ടു എന്നാണ്. ഹം സബ് ചോർ ഹേ എന്ന് മലയാളത്തിലെ മാധ്യമങ്ങൾ ഏതായാലും പറയില്ല. ഏതായാലും ഇവരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ CBIക്ക് വിട്ടു. CBI അന്വേഷിക്കുന്ന കാലഘട്ടത്തിൽ 2ാം UPA ഗവൺമെൻറ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്തോ? പിണറായി വിജയനെതിരായി നിലപാട് സ്വീകരിച്ചോ? CBI കോടതി ഉൾപ്പെടെ അവസാനം ആ കേസ് തള്ളിയത് എങ്ങനെയാണ്? പറയട്ടെ. അതൊക്കെ പറഞ്ഞു പോകണം. ഇവിടെ മറ്റുള്ളവരെ പറയാൻ അനുവദിക്കുമ്പോ പറയട്ടെ. മറുപടി പറഞ്ഞിട്ടില്ല. എങ്ങനെയാ മറുപടി ആവുക? മറുപടി പറഞ്ഞിട്ടില്ല. അതെന്താ പ്രത്യേകത? അതുകൂടി താങ്കൾ മനസ്സിലാക്കണം. അതായത് ചോദ്യം, ആക്ഷേപമെല്ലാം ചെറിയ വാക്കിൽ ഉന്നയിക്കാം. ആ ആക്ഷേപത്തിനുള്ള മറുപടി ഞാനാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും ഇനി താങ്കളാണെങ്കിലും പറയുമ്പോൾ അതിന് ചില ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ 2-3 വാചകത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. കുറെ കാലമായി പറയുന്നു. അപ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞു പറയാനുള്ള സമയം തരണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചർച്ചയിൽ താല്പര്യമുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ്. ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് അതിദീർഘമാണെന്ന് അങ്ങേക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ നിസ്സഹായമായി പോകും. ഇത് അതിദീർഘമല്ല. ലാവ്ലിൻ കേസ് ഒത്തുകളിയാണ് എന്ന് പറയുമ്പോ 35 തവണ മാറ്റിയെന്ന് പറയുമ്പോ പിണറായി വിജയൻ ഒരിക്കലും കേസ് മാറ്റി വെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ പറയും. ഇവിടെ CBI കോടതി ഈ കേസിൽ പ്രതി ചേർക്കാൻ വേണ്ടി പറ്റില്ല പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതല്ലല്ലോ മറുപടി. അത് മാത്രമല്ല മറുപടി. അതിന്റെ കൂടെയുള്ള താങ്കൾ നേരത്തെ ഉപചോദ്യം ചോദിച്ചല്ലോ. ആ ഉപചോദ്യം പോലെ തന്നെ ചില മറുപടി കൂടിയുണ്ട്. നേരത്തെ ഇവിടെ മറ്റു ചില കേസിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്തേ താങ്കൾക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലേ? ജ്യോതികുമാറിന് മാത്രമുള്ള പ്രത്യേക പ്രിവിലേജ് ആണോ? എന്തു പറഞ്ഞു പോകാൻ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്കിനി അവസരമില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അവസരം തരാനുണ്ട്. എനിക്കിനി അവസരമില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കേണ്ട കാര്യമുണ്ട്. ആ കാര്യത്തിലില്ല. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏറ്റവും ഹ്രസ്വമായ രീതിയിൽ തന്നെ മറുപടി പറഞ്ഞേ പോകാൻ പറ്റൂ. അതിലൊരു തർക്കവുമില്ല. അങ്ങനെയെങ്കിൽ ചോദ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെടാത്ത ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇടപെടണമായിരുന്നു. ഇവിടെ ലാവ്ലിൻ കേസ് കൊണ്ടുവന്നു, മറുപടി പറഞ്ഞിട്ടേ പോകൂ. ഒരു തർക്ക കാര്യത്തിലില്ല. അതിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ കൃത്യമായ സമയമുണ്ട്. ആ സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും സമയമൊക്കെയുണ്ട്. എല്ലാവർക്കും സമയം കിട്ടുകയും ചെയ്യും. എനിക്ക് ഇടപെടാതെ നിവൃത്തിയില്ല. അല്ലല്ല, ഞാൻ ശ്രീ SK സതീഷിനോട് ചോദിക്കുന്ന അതേ ചോദ്യമല്ല ശ്രീ VP ശ്രീപത്മനാഭനോടും അതേ ചോദ്യമല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോടും ചോദിക്കുന്നത്. 3 ചോദ്യങ്ങൾക്ക് 3 ഉത്തരം വരും. ആ ഉത്തരത്തിന് എല്ലാത്തിനും മറുപടി പറഞ്ഞ് അതും അനന്തമായി പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയും പൂർത്തീകരിക്കാൻ കഴിയില്ല. അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും ആദ്യമായല്ലോ അനന്തമായി പറഞ്ഞിട്ടില്ല. ശരി, അങ്ങ് 3 സെന്റൻസിൽ പൂർത്തീകരിക്കുന്നു പറയുന്നു. അങ്ങ് പറയൂ. ശരി, അതെ ഞാൻ പറയുക. അതായത് ഒന്ന് കാണേണ്ടത്, ആ പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിജിലൻസ് പ്രതിയല്ല എന്ന് പറഞ്ഞ കേസ് CBI കോടതി, ഹൈക്കോടതി എല്ലാം ഇതിൽ പ്രതി ചേർക്കാൻ പറ്റില്ല, വാദിക്കണമെന്നല്ല പറഞ്ഞു, പ്രതി പോലും ചേർക്കാൻ വേണ്ടി പറ്റില്ല എന്ന് തള്ളിയ കേസിനാണ് സുപ്രീം കോടതി പറഞ്ഞത് തെളിവ് ഹാജരാക്കുമെന്ന്. ഈ പറഞ്ഞ UPA കാലത്തുള്ള CBIയും ഇപ്പോഴുള്ള CBIയും എല്ലാം തെളിവിനായി ഓടി നടക്കുകയാണ്. തെളിവൻ കൊടുത്താൽ മതി, അത് കൊടുക്കുന്നില്ല. അതിന് പകരം ഇവിടെ പറയുകയാണ് ഒത്തുതീർപ്പാണെന്ന്. ആരൊത്തുതീർപ്പ്?
എന്തേ ജ്യോതികുമാർ പറയാത്തത്? കൊടകര കുഴൽപ്പണ കേസിന്റെ കാര്യം ഇവിടെ ഉന്നയിച്ചു. ആരാ അന്വേഷിക്കുന്നത്? ഇപ്പൊ ED ആണ് അന്വേഷിക്കുന്നത്. എന്തേ അങ്ങ് മറന്നുപോയോ? ചോദിക്കപ്പുറത്തേക്ക് എന്തേ ED സുരേന്ദ്രനെ കുറിച്ച് അന്വേഷിക്കാത്തതെന്ന് കേരള പോലീസ് വൃത്തിക്ക് അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ചേശ്വരം കേസ് ഉൾപ്പെടെയുള്ള കേസിനകത്ത് കൃത്യമായി സുരേന്ദ്രനോട് നേരിട്ട് ഹാജരാകാൻ ഉൾപ്പെടെ കോടതി പറയുന്ന നിലയിലേക്ക് ആ കേസ് എത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ അന്വേഷിക്കുന്ന കേസാ. പിന്നെ ജ്യോതികുമാറിന് അറിയണമെങ്കിൽ കെ സുരേന്ദ്രന്റെ മകന്റെ നിയമനം ഉൾപ്പെടെയുള്ള പല പല കാര്യങ്ങളുണ്ട്. ഒറ്റ അക്ഷരം കേരളത്തിലെ കോൺഗ്രസ്സുകാർ മിണ്ടിയിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടേതായ ചില രീതികളുണ്ട്. ആ രീതി അനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ടാലിയാണ്, MS ഓഫീസ് ആണുള്ളത് എന്ന്. ഇതൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുകയല്ലാതെ വളരെ കൃത്യമായി ആ കമ്പനിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ അങ്ങനെയല്ല MS ഓഫീസും ടാലിയും വെച്ച് പോകുന്ന സോഫ്റ്റ്വെയർ വെച്ച് പോകുന്ന ഏത് ഓഫീസാണ് കേരളത്തിലുള്ളത്? അതങ്ങ് ഈ പറയുന്ന 8:30 വരെ പ്രസംഗ രൂപേണ മുന്നോട്ട് പോകരുത് കേട്ടോ. ഒരു ചർച്ച സമാധാനപരമായി കാര്യങ്ങൾ പറയാനുള്ളത് അവസാനിപ്പിച്ചു പോകാമെന്ന നിലപാടെടുക്കുന്ന സമയത്ത് അത് ഒരു ഫുൾ സ്റ്റോപ്പും കുത്തും കോമയില്ലാതെ പോകുക എന്ന് പറയുന്നത് കഷ്ടമാണ്. ആ നിലപാടങ്ങ് സ്വീകരിക്കരുത്. ഞാൻ ശ്രീ SK സജീഷിനോട് ചോദിച്ചത് എക്സാലോജിക്കിനും ടി വീണയ്ക്കും കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കാണാവുന്നതല്ലേ, നിങ്ങൾ അവസരം കിട്ടിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞതല്ലേ എന്ന്. ശ്രീ VP ശ്രീപത്മനാഭനും ആ ചോദ്യം ചോദിച്ചു. അങ്ങ് അതിദീർഘമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ ഇത്രയും വരികൾക്കിടയിൽ എവിടെയെങ്കിലും ആ കാര്യത്തിനൊരൊറ്റ വാക്കുകൊണ്ട് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ഈ സ്വീകരിച്ച നിലപാടിന് എന്തെങ്കിലും തരത്തിലുള്ള ന്യായീകരണം ഉണ്ടാകുമായിരുന്നു. ശ്രീ SK സജീഷ്, അത് ഉണ്ടായില്ല എന്നത് ഞാൻ ഖേദപൂർവ്വം അയ്യോ വേണ്ട അങ്ങനെ പറയല്ലേ. അല്ലല്ല, അങ്ങേക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം പറയാൻ 10 മിനിറ്റ്, ചോദിക്കാത്ത ചോദ്യം പറയാൻ 10 മിനിറ്റ്, മറ്റു രണ്ട് അതിഥികളെ അതിഥികളോട് ഞാൻ എന്ത് ചോദിക്കും? അതോ ശരി നമസ്കാരം പറഞ്ഞിട്ട് ശരി നന്ദി പറഞ്ഞു വിടണോ? എനിക്കതിൽ കടുത്ത എതിർപ്പും വിയോജിപ്പും ഉണ്ട്. ഞാനത് രേഖപ്പെടുത്തി മാത്രം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ശ്രീ ഏത് കാര്യത്തിൽ താങ്കൾ വ്യക്തമാക്കൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു വാക്കിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഇതാ മറുപടി. ഇനി പറയേണ്ടതില്ല എന്നത് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥന രൂപേണ മുന്നോട്ട് വെക്കാണ്. മറ്റു അതിഥികളെ ഞാൻ സംസാരിക്കാനാണല്ലോ ക്ഷണിച്ചു വെച്ചത്. മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. ഇന്റർനെറ്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ 51-ാമത്തെ പേജിൽ ശരി ഞാൻ ആലോചിച്ചു തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീ SK സജീഷ്, ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിൽ ശ്രീ ജ്യോതികുമാർ സാമക്കാൽ 51-ാമത്തെ പേജിൽ ഡിസിഷനിൽ പറയുന്നത് അതിന്റെ അവസാനത്തെ 2 വരികൾ ഞാൻ വായിക്കാം. അത്